സോ വൺസ് അഗെയിൻ വെൽക്കം ഗൈസ്. ഒരു ക്വിക്ക് വീഡിയോ ആയിരിക്കും ഇത്. അതായത് റീസെന്റ് ആയിട്ട് UFC 250 അലക്സ് പെരേരയും അതുപോലെ തന്നെ സിറിൽ ഗെയിം തമ്മിലൊരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ചിനകത്തില് ഇപ്പോൾ ആ ഒരു മാച്ചിന് ശേഷം അലക്സ് പെരേര വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ഒരു വീഡിയോയിലൂടെ. അതായത് ആ മാച്ച് തോൽക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ആദ്യം ഒരു ജാബ് അദ്ദേഹത്തിന് സിറിലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ജാബ് അല്ല, ആ ജാബിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഫിനിഷിനോട് ചേർന്ന് അദ്ദേഹം കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള എൽബോസ് അദ്ദേഹത്തിന്റെ തലയുടെ പുറകിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇല്ലീഗൽ ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് നമുക്കറിയാലോ, നമ്മുടെ തലയുടെ പുറകിൽ ഒരുപാട് പഞ്ചസ് അല്ലെങ്കിൽ ബ്ലോസ് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്ത് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ആ ഒരു മാച്ചിൽ താൻ പരാജയപ്പെട്ടത്. അത് മാത്രമല്ല, ആ മാച്ചിലെ റെഫറി ആയിട്ടുണ്ടായിരുന്ന എർബ് ഡീനെതിരെ അദ്ദേഹം ഒരു അലിഗേഷൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ റെഫറി ആയിട്ട് നിൽക്കുന്ന അദ്ദേഹം ഈ മാച്ചിൽ ഇടപെട്ടിട്ടില്ല. ലൈക്ക് എന്താ പറയണ്ടേ, ഇങ്ങനൊരു എൽബോസ് അദ്ദേഹത്തിന്റെ തലയുടെ പുറകിൽ കൊടുത്തപ്പോഴത്തേക്കും ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാനോ അത് ഇല്ലീഗൽ ആണെന്ന് പറയാനോ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. സോ ഇതിന് മറുപടിയായിട്ട് എർബീൻ തന്നെ വന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ തലയുടെ പിന്നിലേക്ക് അടിക്കുന്ന അടി എല്ലാം എല്ലാം എന്താ പറയുക, ഇല്ലീഗൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കഴുത്തിന്റെ മുകൾ ഭാഗത്തും നമ്മുടെ തലയോട്ടിയുടെ അടിഭാഗത്തുമുള്ള ചെറിയ സംരക്ഷിത ഭിത്തിയിലുള്ള ആ ഒരു തരത്തിലുള്ള അറ്റാക്കിങ് മാത്രമാണ് നിയമവിരുദ്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കെയിന്റെ ചില ഷോട്ടുകൾ ചിലപ്പം ഈ സംശയം നമുക്ക് തോന്നാം. പക്ഷെ ഭൂരിഭാഗം ഷോട്ടുകളും നിയമപരമെന്നാണ് ഇതിനകത്തിൽ ഹെർട്ടീൻ പറഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിലപ്പോൾ ഇതൊരു സംശയമായിരിക്കാം. ബട്ട് എന്നിരുന്നാലും അതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് എനിക്കും ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ തോന്നിയിരുന്നു ഇത് ഇല്ലീഗൽ അല്ലേന്ന്. ബട്ട് എനിക്കത് തോന്നില്ല. ഇതിന് യുഎഫ്സിയും ഡയനാമൈറ്റും ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കൺക്ലൂഷൻ തരേണ്ടത്, നമ്മളാരുമല്ല. എന്നിരുന്നാലും അവരിത് അങ്ങനെ പറയാതിരിക്കുന്നതിന്റെ ഒരു റീസൺ, ഇതൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ആയിട്ട് എപ്പോഴും ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കണം. സോ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഈ ഒരു സാധനം. അവരിതിനൊരു മറുപടി പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, ഇത് സിറിൽ ഗെയിം ശരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള എൽബോ ആണോ അങ്ങനെ ചെയ്തത്, അതോ അദ്ദേഹം അർഹിച്ച വിജയമാണോ സ്വന്തമാക്കിയെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ താങ്ക് യു ഗൈസ്.